Hello friends, welcome to my YouTube channel Haru and Tanu. കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് തലയിൽ എങ്ങനെയാണ് ഞാൻ ഹെന്ന ചെയ്യണതെന്നൊന്ന് കാണിച്ചു തരാമോ എന്നാണ്. അപ്പോൾ ഞാൻ തലയിൽ ഹെന്ന ചെയ്യാനായിട്ട് ഇവിടെ മൈലാഞ്ചിയുടെ പൊടി വാങ്ങാൻ കിട്ടും, അതാണ് യൂസ് ചെയ്യുന്നത്. പച്ചമരുന്നൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് ഇതുപോലെ മൈലാഞ്ചിയുടെ പൊടി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ പൊടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ 3/4 ഗ്ലാസ് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇരുമ്പ് ചീനിച്ചട്ടിയിൽ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇരുമ്പിൻ്റെ അംശം അതിലുണ്ടാകും, അപ്പോൾ അത് നമ്മുടെ തലമുടിക്ക് വളരെ നല്ലതാണ്. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടീസ്പൂൺ തേയില ചേർത്ത് കൊടുക്കാം. ഞാൻ യൂഷ്വലി ഹെന്ന ചെയ്യുന്ന സമയത്ത് മൈലാഞ്ചിയുടെ പൊടി വാങ്ങിച്ച് ചെയ്യണത് വളരെ കുറവാണ്. ഞാൻ വീട്ടിലുണ്ടാകുന്ന മൈലാഞ്ചിയുടെ ഇല പൊട്ടിച്ചിട്ടാണ് ഹെന്ന ചെയ്യാറുള്ളത്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. തലമുടി നരച്ചവർക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ തലയിൽ ഇപ്പോൾ ചെറിയ ചൊറിച്ചിൽ അതുപോലെ തന്നെ താരൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ചൊറിച്ചിലും തലയിലുണ്ടാകുന്ന താരനും ഒക്കെ മാറാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ തലമുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും ഇത് സഹായിക്കും. ഇപ്പോൾ ചിലർക്ക് തലമുടിയുടെ ഇടയിൽ ഒരു നരയൊക്കെ ഉണ്ടാകുള്ളൂ, അപ്പോൾ അതൊക്കെ മാറി കിട്ടാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് സഹായിക്കും. മാസത്തിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്നത് എളുപ്പം വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ മൈലാഞ്ചിയുടെ പൊടി വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ വെള്ളം തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് തേയിലയുടെ മട്ടിയുണ്ട്. ഇനി നമുക്ക് ഈ മട്ടി ഒന്ന് അരിച്ച് മാറ്റാം. അതേ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തന്നെ നമുക്ക് ഈ മൈലാഞ്ചിയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ തലമുടിയുടെ നീളവും കട്ടിയും ഒക്കെ അനുസരിച്ച് കുറച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ 2 പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്ത് വച്ചിരിക്കുന്ന തേയിലയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അധികം ലൂസായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ട, കുറച്ചൊന്ന് ടൈറ്റായിട്ട് വേണം എടുക്കാൻ. കാരണം നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ള ചേർക്കാനുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടിക്കോളും. അപ്പോൾ കുറച്ചൊരു കട്ടിക്ക് വേണം നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ മൈലാഞ്ചിയുടെ കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി 12 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് മുട്ട ചേർത്ത് തലയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ രാവിലെയാണ് മൈലാഞ്ചിയുടെ കൂട്ട് തയ്യാറാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾ രാത്രി പ്രിപ്പയർ ചെയ്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്, അതായത് 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. തലയിലോ ഫേസിലോ അപ്ലൈ ചെയ്യുന്ന ഒരു ഫേസ് മാസ്കിലോ ഹെയർ മാസ്കിലോ ഞാൻ മുട്ടയുടെ മഞ്ഞ ചേർക്കാറില്ല. കാരണം ആ മുട്ടയുടെ മഞ്ഞയുടെ ഒരു മണം ഉണ്ടാകും. അപ്പോൾ വെള്ളം മാത്രം ചേർക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മുട്ടയുടെ വെള്ള ചേർത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈലാഞ്ചി മാത്രമായിട്ട് നമ്മുടെ തലയിൽ തേക്കുമ്പോൾ തലമുടി ഇത്തിരി ഒരു റഫായിട്ട് പോണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ മുട്ടയുടെ വെള്ള ചേർക്കുമ്പോൾ തലമുടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിനായിട്ടാണ് നമ്മൾ മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. ഇനി നമുക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്യണം. ജലദോഷം, ചുമ എന്നിവയുള്ളവർ ഇത് അപ്ലൈ ചെയ്യരുത്. കാരണം മൈലാഞ്ചിക്ക് ഒരു തണുപ്പുണ്ടാകും. അപ്പോൾ ജലദോഷം ചുമയൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ വെച്ചിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നര മാറാനായിട്ടാണ് നമ്മൾ ഹെന്ന ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല നമ്മൾ ഒരു ഹെയർ പാക്കായിട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഹെയർ ഓയിൽ വെച്ചിട്ട് തല മസാജ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം.
തലമുടി ഇതുപോലെ പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹെന്ന തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പഴയ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു പഴയ തുണിയൊക്കെ കൊണ്ട് മേലൊക്കെ ഇങ്ങനെ മൂടിയിരുന്നാൽ നമ്മുടെ മേത്തൊന്നും വീഴാതിരിക്കും. തലമുടിയിലും അതുപോലെ തന്നെ ഓടുമ്മലും ഒക്കെ പറ്റുന്ന രീതിയിൽ നല്ലവണ്ണം നമുക്ക് ഈ ഒരു ഹെന്ന പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിലൊക്കെ ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ മുടി എടുത്ത് ഇതുപോലെ വട്ടത്തിൽ കെട്ടി വെക്കാനായിട്ട് തുടങ്ങാം. ഹെയറിന് ലെങ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ബാൻഡ് ഉപയോഗിച്ച് നമുക്ക് കെട്ടി വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഹെയർ കൊണ്ട് തന്നെയാണ് ഒരു നോട്ട് പോലെ ഉണ്ടാക്കുന്നത്. കുറേശ്ശെ പാർട്ടീഷൻസ് പോലെ എടുത്തിട്ട് നോട്ടിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഹെന്ന ഒരുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒരു മണിക്കൂറിന് ശേഷം ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ചിലർ ഇത് ആദ്യത്തെ ദിവസം നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് തലയിൽ ഷാമ്പു അപ്ലൈ ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ നല്ലവണ്ണം ഷാമ്പു അപ്ലൈ ചെയ്തിട്ടാണ് വാഷ് ചെയ്യാറുള്ളത്. വളരെ എളുപ്പം തന്നെ വീട്ടിൽ നമുക്ക് ഹെന്ന ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹലോ ആൻഡ് തനു. ബൈ.